Hi all, this is Jasmine. Today's our topic is dimensionality reduction. Dimensionality reduction എന്ന് പറയുന്ന ടോപ്പിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അതിനകത്ത് നിന്നും യൂണിവേഴ്സിറ്റിക്ക് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. സോ എനിവേസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മളൊരു നമുക്കൊരു പ്രോബ്ലം ഉണ്ടായിരിക്കും. ആ പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് വി നീഡ് ഡേറ്റാ സെറ്റിൻ്റെ ആവശ്യമുണ്ട്. ഓക്കെ, അപ്പം ആ ഡേറ്റാ സെറ്റിനെ നമുക്ക് വലിയ ഡേറ്റാ സെറ്റാണ്. അതിനകത്ത് നമ്മുടെ പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യണം എന്നുണ്ടെങ്കിലും അതിനാവശ്യമായിട്ടുള്ള ഫീച്ചേഴ്സും അതുപോലെ തന്നെ അതിന് ആവശ്യമില്ലാത്ത ഫീച്ചേഴ്സും നമ്മുടെ ഡേറ്റാ സെറ്റിനകത്ത് കാണും. അപ്പോൾ മെഷീൻ ലേണിംഗ് അൽഗോരിതത്തിനകത്തേക്ക് നമ്മുടെ പ്രോബ്ലം അല്ലെങ്കിൽ ഒരു പുതിയ ഇൻപുട്ട് കൊടുക്കുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് ഇങ്ങനെയുള്ള വേണ്ടാത്ത ഇറലവൻ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഡിസ്കാർഡ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറയുന്ന ഡയമെൻഷനാലിറ്റി റിഡക്ഷൻ നടത്തുന്നത്. സോ ഡയമെൻഷനാലിറ്റി റിഡക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് റിഡ്യൂസിങ് ദി നമ്പർ ഓഫ് വേരിയബിൾസ്. ഞാനിവിടെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്ന ഫീച്ചേഴ്സിനെ, നമ്മളെ ഡേറ്റാ സെറ്റിനകത്ത് നമ്മൾ കൊടുക്കുന്ന ഫീച്ചേഴ്സിനെ നമുക്ക് വേരിയബിൾസ് എന്നാണ് ഞാനിവിടെ വിളിക്കുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് ആക്ച്വലി ഡയമെൻഷനാലിറ്റി റിഡക്ഷൻ ഈസ് ആക്ച്വലി ദ പ്രോസസ് ഓഫ് എലിമിനേറ്റിംഗ് ഓർ റെഡ്യൂസിങ് ദ നമ്പർ ഓഫ് വേരിയബിൾസ് under consideration by obtaining a smaller set of principal variables. അപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന ഒരുപാട് നമ്പർ ഓഫ് ഫീച്ചേഴ്സിനെ റെഡ്യൂസ് ചെയ്ത് നമ്മുടെ പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ഫീച്ചേഴ്സ് മാത്രം എടുക്കുക അല്ലെങ്കിൽ വേരിയബിൾസ് മാത്രം എടുക്കുക എന്നുള്ളതാണ് ഡയമെൻഷനാലിറ്റി റിഡക്ഷൻ്റെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പം ഈ പറയുന്ന മെത്തേഡ് എനിക്ക് നമ്മുടെ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ടാണ്, അതായത് നമ്മുടെ മോഡൽ ജനറേറ്റ് ചെയ്യുമല്ലോ, ആ മോഡൽ ജനറേറ്റ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ടാണ് നമ്മൾ ഈ പറയുന്ന ഡയമെൻഷനാലിറ്റി റിഡക്ഷൻ ചെയ്യേണ്ടത്. ഓക്കെ, സോ ഇൻ മെനി ലേണിംഗ് പ്രോബ്ലംസ്, the data sets have large amount of variables, which are sometimes more than number of observations. അപ്പം നമ്മുടെ ലേണിംഗ് പ്രോബ്ലത്തിനകത്ത് നമ്മൾക്ക് തരുന്ന ഡേറ്റാ സെറ്റിനകത്ത് ഒരുപാട് വേരിയബിൾസ് ഉണ്ടായിരിക്കും. അത് നമ്മുടെ ഒബ്സർവേഷൻ, നമ്മൾ എന്ത് ഫീച്ചറാണോ നോക്കുന്നത് ആ ഫീച്ചറിനെയും കാട്ടിലും വേറെ എക്സ്ട്രാ ഫീച്ചേഴ്സ് അതിനകത്ത് ഉണ്ടായിരിക്കും. So machine learning methods have some difficulty when dealing with such high dimensional data. നമുക്ക് ഇത്രയും ആവശ്യമില്ലാത്ത, അതായത് നമുക്ക് പറയാം ഹൈ ഡയമെൻഷണൽ ഡേറ്റ എന്ന് വിളിക്കുക. അതായത് നമ്മൾക്ക് ആവശ്യത്തിനും കൂടുതലുള്ള ഡേറ്റാസ് വരുവാണെങ്കിൽ വി ആർ സേയിങ് ഇറ്റ് ആസ് ഹൈ ഡയമെൻഷണൽ ഡേറ്റ. സോ മെഷീൻ ലേണിംഗ് അങ്ങനെ മനസ്സിലാക്കിയിരുന്നാൽ മതി ഇപ്പോൾ. ഓക്കെ, സോ മെഷീൻ ലേണിംഗ് മെത്തേഡ്സ് ഹാവ് സം ഡിഫിക്കൽറ്റി വെൻ ഡീലിംഗ് വിത്ത് സച്ച് ഹൈ ഡയമെൻഷണൽ ഡേറ്റ. ഓക്കെ, അപ്പം അതിൻ്റെ ഒരേ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് ഈസ് ടു റെഡ്യൂസ് ദ നമ്പർ ഓഫ് ഇൻപുട്ട് വേരിയബിൾസ് ബിഫോർ ദ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ക്യാൻ ബി സക്സസ്ഫുള്ളി അപ്ലൈഡ്. സോ നെക്സ്റ്റ് ഈസ് ഡയമെൻഷനാലിറ്റി റിഡക്ഷൻ. ഡയമെൻഷനാലിറ്റി റിഡക്ഷൻ മെത്തേഡ്സിനെ എനിക്ക് രണ്ട് രീതിയിൽ യൂസ് ചെയ്യാം. ഒന്ന്, ഫീച്ചർ സെലക്ഷന് വേണ്ടിയിട്ട് നമുക്ക് ഡയമെൻഷനാലിറ്റി റിഡക്ഷൻ യൂസ് ചെയ്യാം, അതുപോലെ തന്നെ ഫീച്ചർ എക്സ്ട്രാക്ഷൻ യൂസ് ചെയ്യാം. ഫീച്ചർ സെലക്ഷനകത്ത് വരുന്ന 3 മെത്തേഡ്സുകളാണ് ഫിൽറ്റർ മെത്തേഡ്, റാപ്പർ മെത്തേഡ്, എംബഡഡ് മെത്തേഡ്. ആൻഡ് ഫീച്ചർ എക്സ്ട്രാക്ഷന് വരുന്ന മെത്തേഡ്സാണ് PCA, ദാറ്റ് മീൻസ് പ്രിൻസിപ്പൽ കോമ്പണൻറ്റ് അനാലിസിസ്, ആൻഡ് LDA, ലീനിയർ ഡിസ്ക്രിമിനൻറ്റ് അനാലിസിസ്. ഈ രണ്ട് മെത്തേഡ്സുകളാണ് ഫീച്ചർ എക്സ്ട്രാക്ഷന് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പഠിക്കാനുള്ള ഫീച്ചർ സെലക്ഷനകത്ത് നിങ്ങളുടെ ടോപ്പിക്കിൽ പഠിക്കാൻ പറഞ്ഞിരിക്കുന്നത് റാപ്പർ മെത്തേഡിനകത്ത് വരുന്ന ഫോർവേഡ് സെലക്ഷനും ബാക്ക്വേഡ് സെലക്ഷൻ ഓർ എലിമിനേഷൻ, റൈറ്റ് വേർഡ് ബാക്ക്വേഡ് എലിമിനേഷൻ എന്നാണ്. ബട്ട് നമ്മുടെ എല്ലാ ടെക്സ്റ്റ് ബുക്കിനകത്ത് ഫോർവേഡ് സെലക്ഷൻ എന്നും ബാക്ക്വേഡ് സെലക്ഷൻ എന്നുമാണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, സോ ഡയമെൻഷനാലിറ്റി റിഡക്ഷനെ രണ്ട് രീതിയിൽ നമുക്ക് അത് ഉപയോഗിക്കാം. ഒന്നെന്ന് പറഞ്ഞാൽ ഫീച്ചർ സെലക്ഷനും ഫീച്ചർ എക്സ്ട്രാക്ഷനും വേണ്ടിയിട്ട്. ഓക്കെ, ഇനി more input features often make a predictive modeling task more challenging to model. It referred as a curse of dimensionality. അപ്പോൾ നമുക്ക് ഡേറ്റാ സെറ്റുകളുണ്ട്. നമ്മൾ ഡേറ്റാ സെറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്, അതായത് നമ്മൾ ട്രെയിൻ ചെയ്യാൻ എടുക്കുന്ന ഡേറ്റാ സെറ്റിനകത്ത് ഹ്യൂജ് ആയിട്ടുള്ളൊരു ഡേറ്റാ സെറ്റാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ നമ്മൾക്ക് ഔട്ട്പുട്ട് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ടുള്ള കൺഫ്യൂഷൻ ഉണ്ടാകും. ഓക്കെ,
അതാണ് ഇവിടെ പറയുന്നത്. ഒരുപാട് ഇൻപുട്ട് ഫീച്ചേഴ്സ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ പുറത്തിറക്കുന്ന മോഡൽ, ആ മോഡൽ പിന്നെ പ്രെഡിക്റ്റ് ചെയ്യുന്നത് ചിലപ്പോൾ എന്തായിരിക്കും, കൺഫ്യൂഷൻ ഉണ്ടാകും. അതിനെയാണ് നമ്മൾ കേഴ്സ് ഓഫ് ഡയമെൻഷനാലിറ്റി എന്ന് വിളിക്കുന്നത്. ഓക്കെ, മോർ ഇൻപുട്ട് ഫീച്ചേഴ്സ് ഓഫൺ മേക്ക് അപ്പ് പ്രെഡിക്റ്റീവ് മോഡലിംഗ് ടാസ്ക് മോർ ചാലഞ്ചിങ് ടു മോഡൽ. ഇറ്റ്സ് റെഫേർഡ് ടു ആസ് എന്താണ്, കേഴ്സ് ഓഫ് ഡയമെൻഷനാലിറ്റി. ആൻഡ് ദ ഫസ്റ്റ് ടോപ്പിക് നമുക്ക് നോക്കാം, ഡയമെൻഷനാലിറ്റി റിഡക്ഷൻ്റെ. ദാറ്റ് മീൻസ് ഫീച്ചർ സെലക്ഷൻ. ഫീച്ചർ സെലക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ ട്രെയിൻ ചെയ്യിപ്പിക്കാനുള്ള ഒരു ഡേറ്റാ സെറ്റ് ഉണ്ട്, ഒറിജിനൽ ഡേറ്റാ സെറ്റ്. ആ ഒറിജിനൽ നമുക്ക് കിട്ടിയ ആ ഡേറ്റാ സെറ്റിൽ നിന്നും നമുക്കൊരു സബ്സെറ്റ് ഫോം ചെയ്യണം. ആ സബ്സെറ്റിനകത്ത് റെലവൻ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ്, അതായത് റെലവൻ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് അല്ലെങ്കിൽ വേരിയബിൾസ് മാത്രമേ, ഇൻപുട്ട് വേരിയബിൾസ് മാത്രമേ കാണാൻ പാടുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു സബ്സെറ്റ് നമുക്ക് ഫോം ചെയ്തെടുക്കണം. ഓക്കെ, ഫൈൻഡിങ് എ സബ്സെറ്റ് ഓഫ് ഒറിജിനൽ സെറ്റ് ഓഫ് വേരിയബിൾ ഓർ ഫീച്ചേഴ്സ് ടു ഗെറ്റ് എ സ്മോളർ സബ്സെറ്റ് നമ്മൾ ആ വലിയ ഡേറ്റാ സെറ്റിൽ നിന്നും ഉണ്ടാക്കിയെടുക്കാം. ഈ പറയുന്ന സ്മോളർ സബ്സെറ്റ് ആയിരിക്കും പിന്നെ നമ്മുടെ മോഡൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ പോകുന്നത്. ഓക്കെ, നമ്മുടെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ ഇനി ഒരു പുതിയൊരു പ്രോബ്ലം ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ലഭിക്കേണ്ട മോഡൽ എന്ന് പറയുന്നത് ഈ സ്മോളർ സബ്സെറ്റ് വെച്ച് ഉണ്ടാക്കിയ മോഡലായിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ ഒരു ഡെഫിനേഷൻ ഉണ്ട്. ഇൻ ഫീച്ചർ സെലക്ഷൻ ഫൈൻഡിങ് k ഓഫ് ദി ടോട്ടൽ ഓഫ് n ഫീച്ചേഴ്സ്. ടോട്ടൽ എൻ്റെ ഡേറ്റാ സെറ്റിനകത്ത് n ഫീച്ചേഴ്സ് ഉണ്ട്. ഈ n ഫീച്ചേഴ്സിൽ നിന്ന് ഞാൻ k ഫീച്ചേഴ്സ് ആയ ഒരു k സബ്സെറ്റ് ഫോം ചെയ്യുന്നു, ഫീച്ചേഴ്സ് ഉള്ളത്. ദാറ്റ് ഗീവ്സ് അസ് ദ മോസ്റ്റ് ഇൻഫർമേഷൻ. ഈ പറയുന്ന കെയിൽ നിന്നായിരിക്കും എനിക്ക് ഒരുപാട് ഇൻഫർമേഷൻസ് കിട്ടുന്നത്, അതായിരിക്കും റെലവൻ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ്. അപ്പോൾ ബാക്കിയുള്ള n-k എന്ന് പറയുന്ന ഫീച്ചേഴ്സ് ഞാൻ എന്ത് ചെയ്യാണ്, ഡിമെൻഷൻസ് എന്ത് ചെയ്യാണ്, ഫീച്ചേഴ്സ് n-k ഡിമെൻഷൻസ് ഇൻ ദ സെൻസ് ഇവിടെ പറയുന്നത് ഫീച്ചേഴ്സ് n-k ഡിമെൻഷൻസ് നമ്മൾ എന്ത് ചെയ്യാണ്, ഡിസ്കാർഡ് ചെയ്യുവാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് ഫീച്ചർ എക്സ്ട്രാക്ഷൻ. അപ്പോൾ ഫീച്ചർ എക്സ്ട്രാക്ഷൻ, ഇപ്പോൾ നമ്മൾ ഫീച്ചേഴ്സ് എല്ലാം വേണ്ട ഫീച്ചേഴ്സ് എല്ലാം സെലക്ട് ചെയ്ത് വെച്ചിട്ട് ഒരു മോഡൽ ഉണ്ടാക്കി. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇനി ഫീച്ചർ എക്സ്ട്രാക്ഷനിൽ നടക്കുന്നത് ഇപ്പോൾ 2 ഡയമെൻഷനലായിട്ടുള്ള ഒരു സ്പേസ് ആണെങ്കിൽ അതിനകത്ത് കിടക്കുന്ന ഫീച്ചേഴ്സിനെ എല്ലാം കൂടി ഞാനൊരു 1Dയിലേക്ക് മാറ്റണം. ഓക്കെ, ഡൈമെൻഷൻസ് കുറയുവാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് എന്താണ് ചെയ്യുന്നത്, ദിസ് റെഡ്യൂസസ് ദ ഡേറ്റ ഇൻ എ ഹൈ ഡയമെൻഷൻ സ്പേസ്. വലിയൊരു 2D, ഇപ്പോൾ 3D സ്പേസ് ആണെങ്കിൽ അതിനെ 1Dയിലേക്ക് മാറ്റുന്നു. ഓക്കെ, 2D then 1D. അപ്പോൾ ദിസ് റെഡ്യൂസസ് ദ ഡേറ്റ ഇൻ എ ഹൈ ഡയമെൻഷൻ സ്പേസ് ടു എ ലോവർ ഡയമെൻഷൻ സ്പേസിലേക്ക് മാറ്റുന്നു. അപ്പോൾ ആ കിട്ടുന്ന സ്പേസിനകത്തുള്ള, അപ്പോൾ ഈ ലോവർ ഡയമെൻഷനകത്തേക്ക് മാറ്റുക എന്ന് പറഞ്ഞാൽ എൻ്റെ ഉദ്ദേശം ആ സ്പേസിനകത്ത് നമ്പർ ഓഫ് ഡയമെൻഷൻസിൻ്റെ എണ്ണം കുറവായിരിക്കും. ദാറ്റ് മീൻസ് നമ്പർ ഓഫ് ആട്രിബ്യൂട്ട്സിൻ്റെ എണ്ണം കുറവായിരിക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ ഫീച്ചർ സെലക്ഷനിനകത്ത് ഏതൊക്കെ ഫീച്ചേഴ്സ് വേണം എന്നെടുത്തു, ബട്ട് ആ എടുത്തതിനെ പിന്നെ ഇതിലേക്ക് മാറ്റുവാണ്, നമുക്ക് ഉള്ള 2Dനെ നമ്മൾ 1Dയിലേക്ക് മാറ്റുവാണ്. ഓക്കെ, മെഷർ ഓഫ് എറർ, അതായത് നമ്മൾ ഈ ഡയമെൻഷനാലിറ്റി റിഡക്ഷൻ്റെ കീഴിൽ വരുന്നതാണ്. അതായത് ഇത് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഡേറ്റാ സെറ്റിനകത്ത് ഡയമെൻഷനാലിറ്റി റിഡക്ഷൻ കൊടുത്ത് നമുക്ക് ഒരു മോഡൽ കിട്ടുമല്ലോ, പിന്നെ ആ മോഡൽ ജനറേറ്റ് ചെയ്യുന്ന എറർ, അതിനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം റിഗ്രഷൻ പ്രോബ്ലം 2 രീതിയിലുള്ള പ്രോബ്ലം ഉണ്ട്. അപ്പം റിഗ്രഷൻ പ്രോബ്ലത്തിനകത്ത് നമ്മൾ എങ്ങനെയാണ് ആ ഒരു എറർ മെഷർ ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അപ്പം റിഗ്രഷൻ പ്രോബ്ലത്തിനകത്ത് എറർ മെഷർ ചെയ്യുന്ന രീതി എന്ന് പറയുന്നത്, അതിനെ പറയുന്ന പേരാണ് റൂട്ട് മീൻ സ്ക്വയർഡ് എറർ അല്ലെങ്കിൽ മീൻ സ്ക്വയർഡ് എറർ എന്നുള്ളത്. ഓക്കെ, റൂട്ട് മീൻ സ്ക്വയർഡ് എറർ ഓർ മീൻ സ്ക്വയർഡ് എറർ. അപ്പോൾ ഈ MSE എന്ന് പറഞ്ഞ മീൻ സ്ക്വയർഡ് എറർ കണ്ടുപിടിക്കുന്നത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മുടെ YI എന്ന് പറയുന്നത്, അതായത് Y1 തൊട്ട് YN വരെയുള്ളത് ആക്ച്വൽ ടാർഗറ്റ് വാല്യൂസ് ആണ്. അതായത് ശരിക്കും ഞാൻ ലേബിൾഡ് ഡേറ്റ ആണല്ലോ. അപ്പം റിഗ്രഷനും ക്ലാസിഫിക്കേഷനും സൂപ്പർവൈസ്ഡ് ആയതുകൊണ്ട് തന്നെ അത് നമ്മൾ ഇൻപുട്ടും ഔട്ട്പുട്ടും കൊടുത്ത് പഠിപ്പിക്കുന്നതായിരിക്കും. അപ്പോൾ ഒറിജിനൽ ഔട്ട്പുട്ടാണ് Y1. ഇനി Y1 ഡാഷ് എന്നെല്ലാം പറയുന്നത് അത് നമ്മൾ ഉണ്ടാക്കിയ മോഡൽ അനുസരിച്ച് അത് പ്രെഡിക്റ്റ് ചെയ്ത വാല്യൂ ആണ് Y1 എന്ന് പറയുന്നത്. അപ്പം ഇവരുടെ തമ്മിലുള്ള ഡിഫറൻസ് കാണണം. അപ്പം മീൻ സ്ക്വയർഡിനകത്ത് കാണുന്നത് ഓരോ ഇൻപുട്ട് അതിന് ഓരോ പുതിയൊരു പ്രോബ്ലം കൊടുക്കുമ്പോൾ അതിൻ്റെ പ്രെഡിക്റ്റഡ് ഔട്ട്പുട്ടും അതിൻ്റെ ആക്ച്വൽ ഔട്ട്പുട്ടും തമ്മിലുള്ള ഡിഫറൻസിൻ്റെ സ്ക്വയർ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഫീച്ചേഴ്സ് ഇൻ ദി ഡേറ്റാ സെറ്റ്. നമ്മൾ എത്ര ഫീച്ചേഴ്സ് ചെയ്യുന്നു അതാണ്. ഓക്കെ, so sum of the square of the difference between the predicted and actual target variable എന്ന് വെച്ചാൽ നമ്മൾ ഏതാണോ ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യുന്നത് അത്.
Okay, sum of the square of the difference between predicted and actual target variable, and it should be that number or that value should be divided by the number of data points. നമ്മൾ ഡേറ്റാ സെല്ലിൽ എത്ര ഡേറ്റാ പോയിൻറ്റ്സുകളാണ് കൊടുത്തിരിക്കുന്നത് അത് ഡിവൈഡ് ബൈ n ചെയ്യാം. അപ്പോൾ ഇതിവിടെ പറഞ്ഞതുപോലെയാണ് y1 മുതൽ yn വരെ എന്ന് പറയുന്നത് ആക്ച്വൽ ടാർഗറ്റ് വാല്യൂസ് ആണ്. നമുക്ക് ഒറിജിനൽ നമ്മൾ ഡേറ്റാ സെറ്റിനെ പറഞ്ഞ് പഠിപ്പിച്ച ഔട്ട്പുട്ട് ഇനി ട്രെയിൻ ചെയ്തപ്പോൾ ഇനി അടുത്തത് y1 തൊട്ട് yn വരെയുള്ളത് പ്രെഡിക്റ്റഡ് വാല്യൂസ്. ആൻഡ് മീൻ സ്ക്വയർഡ് എറർ കണ്ടുപിടിക്കുന്ന 1/n ഇൻറ്റു എന്താണ് സമ്മേഷൻ ഓഫ് i = 1 to n വരെ ഓരോ i ഞാൻ വേരി ചെയ്തുകൊണ്ടിരിക്കും അപ് ടു n വരെ yi - yi bar the whole square. ഇനിയിപ്പോൾ ക്ലാസിഫിക്കേഷൻ പ്രോബ്ലത്തിലാണെങ്കിൽ അതിൽ നിന്ന് നമുക്ക് ജനറേറ്റ് ആവുന്ന എററിനെ നമ്മൾ മിസ് ക്ലാസിഫിക്കേഷൻ റേറ്റ് എന്ന് വിളിക്കും. ഓക്കെ, മെഷർ ഓഫ് എറർ എന്ന് പറയുന്നത് മിസ് ക്ലാസിഫിക്കേഷൻ റേറ്റ് ആണ് അതിനെ വിളിക്കുന്നത്. ആ മിസ് ക്ലാസിഫിക്കേഷൻ റേറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമ്പർ ഓഫ് മിസ്ക്ലാസിഫൈഡ് എക്സാമ്പിൾസ്, എന്തോരം മിസ്ക്ലാസിഫൈഡ് ആയിട്ടുള്ള ഔട്ട്പുട്ട് നമുക്ക് കിട്ടി പുതിയ മോഡൽ വെച്ചിട്ട്, അത് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് എക്സാമ്പിൾസ്. ഓക്കെ, ടോട്ടൽ നമ്പർ ഓഫ് എക്സാമ്പിൾസ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ക്ലാസിഫിക്കേഷൻ പ്രോബ്ലത്തിൽ എറർ കണ്ടുപിടിക്കുന്നത്. ഇനി ലാസ്റ്റ് വൺ ആണ് അഡ്വാൻറ്റേജസ് ഓഫ് ഡയമെൻഷനാലിറ്റി റിഡക്ഷൻ. ഡയമെൻഷനാലിറ്റി റിഡക്ഷൻ്റെ അഡ്വാൻറ്റേജ് എന്താണ്? നമ്മൾ ഇത് ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണം, അതായത് നമ്മുടെ കോംപ്ലിസിറ്റി എന്ന് പറയുന്നത്, ഒരു മോഡലിൻ്റെ കോംപ്ലിസിറ്റി എന്ന് പറയുന്നത് അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മളുടെ ഡയമെൻഷൻസ്, അതിനകത്ത് കണ്ടെയ്ൻ ചെയ്യുന്ന ഫീച്ചേഴ്സിന് എന്തോരം ഫീച്ചേഴ്സ് നമ്മൾ കൊടുക്കുന്നുണ്ട്, നമ്മൾ അനലൈസ് ചെയ്യാൻ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതൊരു ഡേറ്റാ സെറ്റ് ആണെങ്കിൽ ഈ മോഡൽ, ഫോർ എക്സാമ്പിൾ കൺസിഡർ ദിസ് ഇസ് എ മോഡലായിട്ട് കൺസിഡർ ചെയ്യുക. ഈ മോഡലിനകത്ത് നമ്മൾ കൊടുക്കുന്ന കുറേ ഇൻപുട്ട് വേരിയബിൾസ് കാണും, അതായത് ഇൻപുട്ട് ഫീച്ചേഴ്സ് കാണും. അതാണ് നമ്മുടെ ഡയമെൻഷൻസ് ആയ ഡി എന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ ഓൺ ദ സൈസ് ഓഫ് ദ ഡേറ്റ സാമ്പിൾ, ഇതിനകത്ത് ടോട്ടൽ എത്ര കൊടുക്കുന്നു, അതുപോലെ തന്നെ ഏതൊക്കെ നമ്പർ ഓഫ് ഇൻപുട്ട് ഡയമെൻഷൻസും ടോട്ടൽ n നമ്പർ ഓഫ് സാമ്പിൾസും, ഇതിന് രണ്ടിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മളുടെ ആളുടെ കോംപ്ലിസിറ്റി എന്ന് പറഞ്ഞാൽ. അപ്പോൾ കോംപ്ലിസിറ്റി ഡിപ്പെൻഡ്സ് ഓൺ ദി നമ്പർ ഓഫ് ഇൻപുട്ട് ഡയമെൻഷൻസ് ഡി ആൻഡ് ഓൾസോ ഓൺ ദ സൈസ് ഓഫ് ദ ഡേറ്റ സാമ്പിൾ ക്യാപിറ്റൽ N. ഫോർ റെഡ്യൂസ്, അപ്പം ഇത് കുറയ്ക്കുന്നത് കൊണ്ടുള്ള കാരണം മീൻസ് ഉപയോഗം എന്താണ്? നമുക്ക് മെമ്മറിയും കമ്പ്യൂട്ടേഷനും കുറയും. ഓക്കെ, ഫോർ റെഡ്യൂസ്ഡ് മെമ്മറി ആൻഡ് കമ്പ്യൂട്ടേഷൻ വി ഹാവ് ടു റെഡ്യൂസ് ദ ഡയമെൻഷനാലിറ്റി ഓഫ് ദ പ്രോബ്ലം. നമ്മുടെ പ്രോബ്ലത്തിൻ്റെ ഡയമെൻഷനാലിറ്റി കുറച്ച് കഴിഞ്ഞാൽ വി ക്യാൻ ഏബിൾ ടു റെഡ്യൂസ് ദി മെമ്മറി സൈസ് ആസ് വെൽ ആസ് ദി കമ്പ്യൂട്ടേഷൻ ടൈം. ഓക്കെ, അതായത് നമ്മുടെ ഡയമെൻഷൻസ് കുറയും, അപ്പോഴെന്ത് പറ്റും? കോംപ്ലിസിറ്റിയും കുറയും. വെൻ ദി ഡയമെൻഷൻ ഡിക്രീസസ് കോംപ്ലിസിറ്റി വിൽ ഓൾസോ ഡിക്രീസസ്. നെക്സ്റ്റ്, അടുത്തത് വെൻ എ ഇൻപുട്ട് ഈസ് ഡിസൈഡഡ് ടു ബി അൺനെസസറി വി സേവ് ദ കോസ്റ്റ് ഓഫ് എക്സ്ട്രാക്ടിങ് ഇറ്റ്. അപ്പോൾ നമ്മളൊരിക്കൽ നമ്മുടെ പ്രോബ്ലത്തിന് സോൾവ് ചെയ്യാനായിട്ട് ഏതെങ്കിലും ഒരു ഇൻപുട്ട് ഫീച്ചറിൻ്റെ ആവശ്യമില്ല എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അതിനെ ഇൻക്ലൂഡ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പം സോ ദാറ്റ് വി ക്യാൻ സേവ് ദ കോസ്റ്റ്. അതിനെ എക്സ്ട്രാക്ട് ചെയ്യുന്ന ഫീച്ചർ എക്സ്ട്രാക്ഷന് പിന്നെ നമ്മൾ പോകുമ്പോൾ അതിൻ്റെ ആ ഒരു കോസ്റ്റ് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. പിന്നെ സിംപ്ലർ മോഡൽസ് ഹാവ് ലെസ് വേരിയൻസ്. സിംപ്ലർ ആയിട്ടുള്ള മോഡലുകളാണ് എന്നുണ്ടെങ്കിൽ, ദാറ്റ് മീൻസ് നമ്മൾ ഹൈപ്പോത്തസിസ് പഠിച്ചില്ലേ, അതായത് ഓവർ ഫിറ്റിങ്ങും അണ്ടർ ഫിറ്റിങ്ങും ഉള്ള നമ്മൾ എടുക്കുന്നത് ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള ഒരു ഹൈപ്പോത്തസിസ് ആയിരിക്കും ചൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് സിമ്പിൾ ആയി പോയാലും അണ്ടർ ഫിറ്റിംഗ് വരുന്നുണ്ട്. ഭയങ്കര എല്ലാം നമ്മൾ അറിഞ്ഞ് പഠിച്ച് എല്ലാ പോയിൻറ്റ്സിലും കൂടി ടച്ച് ചെയ്യുന്ന ഒരു ഹൈപ്പോത്തസിസ് ആണ് നമ്മൾ ഫോം ചെയ്യുന്നതെങ്കിൽ ഓവർ ഫിറ്റിംഗ് വരും. അപ്പം നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന സമയത്തുള്ള എററിനെയാണ് നമ്മൾ വേരിയൻസ് എന്ന് വിളിക്കുന്നത്, അല്ലേ? അപ്പോൾ സിംപ്ലർ മോഡൽസ് ആണെങ്കിൽ യു ഹാവ് ടു കൺസിഡർ എന്താണ് ഓവർ ഫിറ്റിങ്ങും അണ്ടർ ഫിറ്റിങ്ങും അല്ലാത്ത നമ്മൾ ഇൻ്റർമീഡിയറ്റ് ആയിട്ട് എടുക്കുന്ന മോഡലാണ് ഇവിടെ സിംപ്ലർ മോഡൽസ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ സിംപ്ലർ മോഡൽസിന് എന്തായിരിക്കും? ലെസ് വേരിയൻസ് ആയിരിക്കും ഉണ്ടാവുക. കാരണം ഇത് നോയ്സിൽ നിന്ന് ഒരുപാട് കാരണം നോയ്സ് കാണില്ല, നോയ്സിൽ നിന്ന് നമുക്ക് പഠിക്കേണ്ടി വരുന്നില്ല. Next, when data can be explained with fewer features, we get a better idea about the process that underlies the data, which allows knowledge extraction. അതായത് നമ്മുടെ ഡേറ്റനെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് നമ്മൾ ഡേറ്റാ സെറ്റിൽ പഠിപ്പിച്ച് വെച്ചിരിക്കുന്ന, ഇപ്പോൾ ഏതെങ്കിലും ഒരു പുതിയ ആളിനെ കൊടുത്താൽ അതെങ്ങനെ ഏത് ഫീച്ചർ നോക്കണമെന്ന് കൊടുക്കുമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ഡേറ്റയെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് ചെറിയ ഫീച്ചേഴ്സ് ആണെങ്കിൽ, അതായത് നമ്പർ ഓഫ് ഫീച്ചേഴ്സിൻ്റെ എണ്ണം കുറവാണെങ്കിൽ നമുക്ക് ആ ഒരു ഡേറ്റയെ മനസ്സിലാകാൻ പെട്ടെന്ന് അധികം സമയം എടുക്കത്തില്ല. വി ക്യാൻ ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഡേറ്റ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദാറ്റ് ഫ്യൂവർ ഫീച്ചേഴ്സ് ആൻഡ് ഇറ്റ് ഈസ് ആക്ച്വലി വെരി ഈസി ആൻഡ് ഓൾസോ ടൈം കൺസ്യൂമിംഗ് ആണ്. അപ്പം നോളജ് എക്സ്ട്രാക്ഷനും ഇത് എളുപ്പമായിരിക്കും, അതാണ് ഉദ്ദേശിക്കുന്നത്. സോ
സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ദി ഡയമെൻഷനാലിറ്റി റിഡക്ഷൻ. ബട്ട് തീർന്നിട്ടില്ല. ഡയമെൻഷനാലിറ്റി റിഡക്ഷനകത്ത് വരുന്ന നമ്മുടെ റാപ്പർ മെത്തേഡിനെ പറ്റിയിട്ട് നമുക്കിനി പഠിക്കേണ്ടത്. റാപ്പർ മെത്തേഡ്, അതായത് റാപ്പർ മെത്തേഡിൽ യൂസ് ചെയ്തിരിക്കുന്ന ഫോർവേഡ് സെലക്ഷൻ, ബാക്ക്വേർഡ് സെലക്ഷൻ, എലിമിനേഷൻ നമുക്ക് പഠിക്കാനുണ്ട്. അതെന്ന് പറയുന്നത് സബ്സെറ്റ് സെലക്ഷൻ മെത്തേഡിലാണ്, അതായത് സബ്സെറ്റ് സെലക്ഷൻ എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പോൾ അതാണ് നെക്സ്റ്റ് ടോപ്പിക്കാണ്. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് അവർ ഡയമെൻഷനാലിറ്റി റിഡക്ഷൻ. സോ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ വി വിൽ ഡിസ്കസ് അബൌട്ട് subset selection. Okay, till then, thank you and bye.